ഈ ലോകത്ത് കല്ലിൽ വിരിഞ്ഞ വിസ്മയങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ഇറ്റലിയിലെ നേപ്പിൾസിലുള്ള സാൻ സേവേരോ ചാപ്പലിലെ ഈ രൂപത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് വെറുമൊരു ശില്പത്തെയല്ല. ഒരു കല്ലിന് ഇത്രയധികം വേദനിപ്പിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. അതാണ് വീൽഡ് ക്രസ്റ്റ്, മൂടുപടമിട്ട ക്രിസ്തു. 1753 യൂസപ്പെ സാൻ മാർട്ടിനോ എന്ന ശില്പി ഈ വിസ്മയം തീർക്കുമ്പോൾ ലോകം ഒന്നടക്കം ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇതൊരു കല്ല് തന്നെയാണോ? ശാസ്ത്രം ഇന്നും അത്ഭുതത്തോടെ നോക്കുന്നത് ആ മാർബിൾ തുണിയെയാണ്. അത്രയും നേർത്ത സുതാര്യമായ ഒരു മൂടുപടം എങ്ങനെ ഒരു ഒറ്റക്കല്ലിൽ കൊത്തിയെടുക്കാൻ സാധിച്ചു? ഇവിടെയാണ് നിഗൂഢതകൾ തുടങ്ങുന്നത്. ഈ ശില്പം കണ്ട് അന്ന് പലരും വിശ്വസിച്ചിരുന്നത് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഏതെങ്കിലും രാസലായനി ഉപയോഗിച്ച് യഥാർത്ഥ തുണിയെ കല്ലാക്കി മാറ്റിയതാകാം എന്നായിരുന്നു. എന്നാൽ ആധുനിക സ്കാനിങ്ങും പഠനങ്ങളും പറയുന്നത് ഇത് പൂർണ്ണമായും മനുഷ്യകരങ്ങളാൽ നിർമ്മിച്ചതാണ് എന്നാണ്. ശാസ്ത്രത്തിന് വ്യക്തമാക്കാൻ കഴിയാത്ത ആ കൈപുണ്യം ഇന്നും ഒരു വലിയ വിസ്മയമായി അവശേഷിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു കലയല്ല, ഇത് ലോകരക്ഷകന്റെ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. കുരിശിൽ നിന്ന് ഇറക്കിക്കിടത്തിയ ആ പുണ്യശരീരത്തിലെ നെറ്റിയിലെ മുള്ളുകളുടെ പാടുകളും കൈകാലുകളിലെ ആണിപ്പഴുതുകളും ആ നേർത്ത മൂടുപടത്തിനിടയിലൂടെ നമുക്ക് കാണാം. ആ മൂടുപടം ക്രിസ്തുവിൻ്റെ മരണത്തെ മറയ്ക്കുന്നില്ല, മറിച്ച് അവിടുത്തെ സഹനത്തെ കൂടുതൽ തീവ്രമായി നമുക്ക് കാട്ടിത്തരുന്നു. ആ കല്ലിൽ വിരിഞ്ഞ ഓരോ ചുളിവിലും ലോകത്തിൻ്റെ മുഴുവൻ പാപഭാരവും പേറിയ ഒരാളുടെ വേദനയുണ്ട്. ഈ ശില്പത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കലയും ആത്മീയതയും ഒന്നിക്കുന്ന നിമിഷമാകുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ നിശബ്ദത നിറയും. മരണത്തിൻ്റെ തണുപ്പും ജീവൻ്റെ തുടർച്ചയും ഒരേ സമയം അവിടെ അനുഭവപ്പെടും. ശാസ്ത്രീയമായ യുക്തികൾക്കപ്പുറം ആ ശില്പം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. കഠിനമായ പാറയിൽ പോലും സ്നേഹത്തിൻ്റെ ഇത്രയും മൃദുവായ സ്പർശം നൽകാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുകൊണ്ട് അത് നമുക്ക് സാധിക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തോന്നും. ഇത് വെറുമൊരു മാർബിൾ രൂപമല്ല, ഇത് മനുഷ്യൻ്റെ കഴിവിൻ്റെ അങ്ങേയറ്റമാണ്, രസതന്ത്രത്തിൻ്റെ നിഗൂഢതയാണ്, അതിലുപരി വിശ്വാസത്തിൻ്റെ പ്രകാശമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ആ മൂടുപടത്തിനിടയിൽ ക്രിസ്തു ഉറങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. ലോകത്തിൻ്റെ വേദനകൾ ഏറ്റുവാങ്ങിയ ആ മുഖത്ത് ഇന്നും ആ വലിയ സമാധാനമുണ്ട്.